തുർക്കിയിലേക്ക് ഓരോ വർഷവും നിരവധി ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് എത്താറുള്ളത്. ഇസ്താംബുളിലേക്കും അവിടെ നിന്ന് യൂറോപ്പിലേക്കുമുള്ള ഇന്ത്യക്കാരുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ വിമാന കമ്പനികൾ സർവീസ് കൂട്ടുന്നത് ആലോചിച്ചിരുന്നു. എന്നാൽ അതിനിടെയാണ് എല്ലാം മാറിമറിഞ്ഞത്. തുർക്കിയെ ഇന്ത്യക്കാർ ഇപ്പോൾ ഗൗനിക്കുന്നതേയില്ല എത്രേ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ പാകിസ്ഥാൻ ഒപ്പം നിന്ന രാജ്യമാണ് തുർക്കി. പ്രസിഡന്റ് ഉർദുഗാൻ പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അതോടെ പാകിസ്ഥാൻ സൈന്യം ഉപയോഗിച്ച ആയുധങ്ങളിൽ തുർക്കി നിർമ്മിത ഡ്രോണുകളും ഉണ്ടെന്ന് ഇന്ത്യ കണ്ടെത്തുകയും ചെയ്തു. മാത്രവുമല്ല, അസർബൈജാനും പാകിസ്ഥാനൊപ്പം നിന്നിരുന്നു. ഇതോടെയാണ് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞത്. ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു എന്നാണ് തുർക്കി ടൂറിസം മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം ജൂണിലെ കണക്കും ഈ വർഷം ജൂണിലെ കണക്കും പരിശോധിച്ചാൽ 37% ഇടിവുണ്ട്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലെ കണക്കും ഈ വർഷം മെയ്യിലെ കണക്കും പരിശോധിച്ചാൽ 24% ടൂറിസ്റ്റുകൾ കുറഞ്ഞു. ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ 1.4 ലക്ഷം ഇന്ത്യക്കാരാണ് തുർക്കി സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷം 1.6 ലക്ഷമായിരുന്നു. 15% കുറവ് വന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. കോവിഡിന് ശേഷം ഓരോ വർഷവും തുർക്കിയിലേക്കുള്ള സഞ്ചാരികൾ കൂടിയിരുന്നു. എന്നാൽ ഈ വർഷം കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. പ്രത്യേകിച്ചും ഏപ്രിലിലെ പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് ഈ ഒരു മാറ്റം വന്നത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. പാകിസ്ഥാൻ തിരിച്ചടിക്ക് മുതിരുകയും ചെയ്തു. ഈ വേളയിൽ പാകിസ്ഥാനൊപ്പം പരസ്യമായി നിന്നത് തുർക്കിയും അസർബൈജാനും മാത്രമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ തുർക്കിയുടെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധം ഇന്ത്യയിൽ നിന്നുയർന്നു. ഇതോടെ തുർക്കിയിലേക്കുള്ള യാത്രകൾ ട്രാവൽ ഏജൻസികൾ വെട്ടിക്കുറച്ചു. അതേസമയം അർമേനിയ, ജോർജിയ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കുത്തനെ കൂടിയെന്നും കണക്കുകൾ പറയുന്നുണ്ട്. അടുത്ത വർഷം ഗ്രീസിലേക്ക് ഇന്ത്യയിൽ നിന്നും നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുകയും ചെയ്യും. ഇതോടെ തുർക്കി വഴി ഗ്രീസിലേക്ക് പോകുന്നവരുടെ എണ്ണവും കുറയും. നിലവിൽ ഡൽഹിയിൽ നിന്ന് ഇസ്താംബുളിലേക്ക് ഒരു ഇൻഡിഗോയും ഒരു തുർക്കി എയർലൈൻസുമാണ് സർവീസ് നടത്തുന്നത്. മുംബൈയിൽ നിന്നും ഒന്നിലധികം സർവീസ് ഉണ്ട്. കോവിഡിന് ശേഷം നിരവധി ബോളിവുഡ് സിനിമകളുടെ ചിത്രീകരണവും തുർക്കിയിൽ നടന്നിരുന്നു. ഈ വർഷം ഏപ്രിൽ മുതൽ തുർക്കിയിലേക്കുള്ള ഇത്തരം സെലിബ്രിറ്റി യാത്രകളും കുറഞ്ഞിട്ടുണ്ട്.